നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ ഒന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലന്നൂരെ തോന്നുന്നു. ജയണ്ണനക്ക് എങ്കിട്ട ഇപ്പൊ കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല, കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം. ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. തൊഴുത്ത് പശു പശു അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട. ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും. കുഞ്ഞുലക്ഷ്മി, ഞങ്ങൾക്ക് കിടക്കാൻ ഇത്തിരി സ്ഥലം എടുത്തിട്ടുണ്ട്. അമ്മയും മോനും കൂടി അത് ചാണകട്ട് നാറ്റിക്കരുത്. അവളെന്താ വരാത്തത്? ജയേട്ടന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടല്ലോ ഈശ്വര. വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉണ്ണை விட மாட்டேன். നീ എൻ പുന്നകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ. സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. നീ കഥ അടച്ച് തൂങ്ങ്.